ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്താ പഴമൊന്നല്ലേ? ഇന്ന് നമ്മൾ പഴം ഉപയോഗിച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ബനാന ബ്രെഡ്, ബനാന കേക്ക് എന്നെല്ലാം അറിയപ്പെടുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ഡിഷാണിത്. നമുക്ക് നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? ആദ്യമായിട്ട് നമുക്ക് നല്ലപോലെ പഴുത്ത 3 പഴങ്ങൾ എടുക്കാം. ഇനി നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാഷ് ചെയ്ത ബനാന ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് 1/4 കപ്പ് റോ ഷുഗറും 1/4 കപ്പ് വൈറ്റ് ഷുഗറും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 മുട്ട, അടുത്തതായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് 1 കപ്പ് പ്ലെയിൻ ഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതെല്ലാം ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടിന്ന് റെഡിയാക്കാം. ഉള്ളിൽ നല്ലതുപോലെ എണ്ണ പുരട്ടിയെടുത്ത ഒരു ടിന്നിലേക്ക് നമുക്ക് കുറച്ച് പ്ലെയിൻ ഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൊട്ടിക്കൊണ്ട് നമുക്ക് ഈ പ്ലെയിൻ ഫ്ലോർ ഈ ടിന്നിൻ്റെ ഉൾവശത്ത് മുഴുവൻ കോട്ട് ചെയ്യുന്നത് പോലെ ഇട്ട് കൊടുക്കാം. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡസ്റ്റിംഗ്. അങ്ങനെ നമ്മുടെ ബേക്കിംഗ് ടിൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ഈ ബേക്കിംഗ് ടിന്നിലേക്ക് നമുക്കിനി ഈ ബനാന ബ്രെഡിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് കുറച്ച് പീക്കൻ നട്ട്സ് ഉണ്ട്. ഞാനത് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. എന്തുവേണമെങ്കിലും നട്ട്സ് ഇവിടെ ഉപയോഗിക്കാം. ഒരു ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം 190 ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് നമുക്കിതൊരു 50 മുതൽ 60 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. 190 ഡിഗ്രി ടെമ്പറേച്ചറിൽ 50 to 60 മിനിറ്റ്സ്. ഒരു 50 to 60 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം തണുത്തിട്ട് മുറിക്കാം. നമ്മുടെ ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ?
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബ്രെഡാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.